കൊണ്ടോട്ടി സ്വദേശികളായ ബഷീറിൻ്റെയും ഷമീനയുടെയും മകളായ 19 വയസ്സുകാരി ഷഹാന മുംതാസ് എന്നു പറയുന്ന പെൺകുട്ടി തൻ്റെ സ്വന്തം വീട്ടിൽ ജീവനൊടുക്കി എന്നുള്ളത്. ഇതിൽ വളരെ നെട്ടലുണ്ടാക്കിയ കാര്യമെന്തെന്നാൽ ഈ പാവം പെൺകുട്ടി ജീവനൊടുക്കാനുള്ള കാരണമാണ്. അതെന്തെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഷഹാന മുംതാസിനെ വീട്ടുകാർ നല്ലൊരു വിവാഹാലോചന വന്നപ്പോൾ നിക്കാഹ് കഴിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ സന്തോഷവതിയായി ഷഹാന മുംതാസ് തൻ്റെ ജീവിതം തള്ളി നീക്കുന്ന വേളയിലാണ് നിക്കാഹ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയ ഭർത്താവ് വിദേശത്തിരുന്നു കൊണ്ട് പറയുന്നത്, നീ കരിമ്പിയാണ്, നീ എന്തുകൊണ്ടാണ് ഇത്രയേറെ കറുത്തു പോയത്, ഇനി വെയിലത്തേക്കൊന്നും ഇറങ്ങല്ലേ, ഇനി ഇതിലും കറുത്തു പോകുമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ കുത്തി നോവിക്കാനും അയാൾ തുടങ്ങി. കൂടാതെ ഷഹാന മുംതാസിൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മ ഷഹാന മുംതാസിൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് കുട്ടിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ, എൻ്റെ മകനെ നീ ഒഴിവാക്കണം, നിനക്ക് വേറെ ബന്ധം കിട്ടും, എന്തിനു വേണ്ടിയാണ് ഇതിൽ തന്നെ കടിച്ചു തൂങ്ങുന്നത്, അവൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തുകൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പെൺകുട്ടിയോട് ചോദിച്ചത്. ഈ അവസ്ഥയിൽ ഈ പാവം പെൺകുട്ടി ആ തള്ളയുടെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു, ഉമ്മ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കല്ലേ എന്ന്. പക്ഷേ അതിനൊന്നും വകവെക്കാത്ത ആ നീച സ്ത്രീ വീണ്ടും അവരുടെ വാക്കുകൾ തുടർന്നുകൊണ്ടിരുന്നു. കൂടാതെ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി തൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹിദിനെ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും അയാൾ ഇവളുടെ വാക്കുകൾക്ക് യാതൊരു മറുപടിയും നൽകിയില്ല. അതും വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി അവരുടെ മാതാവിനോട് പറഞ്ഞത്, ഉമ്മ, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇത്രയേറെ എനിക്കൊന്ന് വിളിക്കാനും അല്ലെങ്കിൽ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാനും പറഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ തയ്യാറായില്ല എന്നുള്ള നിരന്തരമായ കുത്തുവാക്കുകൾക്കിരയായ ഈ പെൺകുട്ടി അവസാനം അവളുടെ ഷാളിൻ തുമ്പിൽ അഭയം പ്രാപിച്ചു. ഈ സംഭവം കേട്ടവരെയെല്ലാം കരയിച്ചു എന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വാഹിദിനും അവൻ്റെ കുടുംബത്തിന് നേരെയും വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷഹാന മുംതാസിന് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ഷഹാന മുംതാസിൻ്റെ കുടുംബവും അമ്മാവന്മാരുമെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. കുടുംബത്തിൻ്റെ പരാതി കൂടാതെ തന്നെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയാ തന്നെ ഈ കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഷഹാന മുംതാസിൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹിദിനെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടി പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള റിപ്പോർട്ട് നോട്ടീസ് പുറത്തുവിടുകയും വിദേശത്തുള്ള ഏജൻസിയുമായി ബന്ധപ്പെടുകയും ചെയ്യാനുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും മാത്രമുള്ള തെളിവുകളും കുടുംബത്തിൻ്റെ പക്കലുണ്ട്. ഷഹാന മുംതാസിൻ്റെ ഫോണിലുള്ള ഡിജിറ്റൽ തെളിവുകളും കൂടാതെ ഷഹാന തന്നെ തൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതി വെച്ച നോട്ട് ബുക്കുകളുമാണ് ഇതിൽ പ്രധാന തെളിവായി കുടുംബത്തിന് കാണിക്കാനുള്ളത്. ഇപ്പോൾ ഭർത്താവായ അബ്ദുൽ വാഹിദിൻ്റെ നേരെ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ കോടതി ഒരിക്കലും ഈ കേസ് ഫയൽ തള്ളിക്കളയാതിരിക്കാനുള്ള തരത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഷഹാന മുംതാസിൻ്റെ മരണത്തിൽ അബ്ദുൽ വാഹിദിൻ്റെ കുടുംബം ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് കുടുംബത്തെയും പ്രതി ചേർക്കും. എങ്ങനെയെന്നാൽ ഇനി ഒരാൾക്കും ഒരു പെൺകുട്ടിയോടും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടവർക്കെല്ലാവർക്കും വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് അബ്ദുൽ വാഹിദിൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ പോയപ്പോൾ അവിടെ കണ്ടത് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. വീടും പരിസരവുമെല്ലാം ശൂന്യം, അടച്ചു പൂട്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഷഹാന മുംതാസിൻ്റെ മരണത്തിൻ്റെ ആ ദിവസം തന്നെ വീട്ടുകാർ സകലതും ഉപേക്ഷിച്ച് ഒളിച്ചോടിയിരിക്കുന്നു. ഇപ്പോൾ അവർ എവിടെയാണുള്ളത് എന്ന് പോലും ആർക്കും തന്നെ അറിയില്ല. ഇത് അവർ തന്നെ വരുത്തിവെച്ച വിനയാണ്. കണ്ട് ഇഷ്ടപ്പെട്ട് മകന് നിക്കാഹ് കഴിച്ചു കൊടുത്ത പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ മകനെ ഒഴിവാക്കണം എന്ന് പറയാൻ അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മാക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? അവരും ഒരു സ്ത്രീയല്ലേ? അല്ല, അവർ ഷഹാന മുംതാസിൻ്റെ കുടുംബം അടങ്ങുകയുമില്ല. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് ആറ്റുനോറ്റു വളർത്തിയ ആകനെയുള്ള ഒരു പൊന്നുമോളാണ്. ഓരോ മാതാവും പിതാവും തൻ്റെ പെൺമക്കളോട് പറഞ്ഞു നൽകണം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ മരണം വരെ നോക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്ന്. പ്രതീക്ഷയറ്റ് തങ്ങളുടെ ഭാവി ഓർത്ത് ഇനി എനിക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ എത്തിപ്പെടരുത് എന്ന്. ധാരാളം സ്ത്രീകളാണ് ഞങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ വന്ന് വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികളും ഉണ്ടാകും. ഷഹാന മുംതാസിൻ്റെ മരണം അത്തരത്തിൽ കഷ്ടതയിൽ കഴിയുന്ന പെൺകുട്ടികൾക്കെല്ലാം ഒരു മനസ്സിലാക്കാൻ മാത്രമുള്ള പാഠം തന്നെയാണ്.
ഒരിക്കലും ഇത്തരം സന്ദർഭത്തിൽ നിങ്ങൾ ആശയറ്റവരായി പോകരുത്. ഷഹാന മുംതാസിൻ്റെ മരണത്തെക്കുറിച്ചും നിയമപരമായുള്ള നടപടികളെക്കുറിച്ചും ഷഹാന മുംതാസിൻ്റെ ഉമ്മയുടെ സഹോദരന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടുനോക്കൂ. 2 മാസം മുന്നേ ഞാനും എൻ്റെ വൈഫും ഈ കുട്ടീനെയും കൊണ്ട് നമ്മൾ വേറെ വീട്ടിൽ പോയി. ഇങ്ങനെ ഒരു മകൻ ഗൾഫിലല്ല, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി നമ്മൾ നേരിട്ട് പോയി. നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കേണ്ട, നേരിട്ട് സംസാരിക്കുക എന്നുള്ളതിൽ ഞാനും എൻ്റെ വൈഫും ഈ കുട്ടിയെയും കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വീട്ടിൽ പാരൻറ്റും പിന്നെ അവൻ്റെ ഉമ്മയും ഒക്കെ പറഞ്ഞ് ഇത് മുന്നോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല, ഇത് മുന്നോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തമായ റീസൺ വേണമല്ലോ. അതോരോട് ചോദിക്കുമ്പോൾ ഓൾക്ക് പറയാനില്ല. ഒന്നും പറഞ്ഞാൽ രണ്ടും പറഞ്ഞാലും മുന്നോട്ട് പോകില്ല. ഓൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ ഈ കുട്ടീനോട് നമ്മൾ 2 മാസം നമ്മളിത് അറിഞ്ഞതിന് ശേഷം നിരന്തരം ചോദിച്ചതിന് ഫസ്റ്റിലൊന്നും അവൾ സമ്മതിച്ചില്ല എന്താ റീസണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചു. ജ്യേഷ്ഠൻ വന്നു. ജ്യേഷ്ഠനും ഞങ്ങളും നല്ല പ്രസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, സത്യങ്ങളിങ്ങനെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഓല് ഇങ്ങനെ നിറത്തിൻ്റെ പ്രശ്നമാണ്, നിറത്തിൻ്റെ കയ്യിലാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. ഓൾക്ക് ഞാൻ +2 ഉണ്ടായതിന് നിറം വേണം, ആ നിറം എനിക്കില്ലല്ലോ, ഈ വെയിൽ കൊള്ളരുത്, പുറത്തിറങ്ങരുത്, വെയിൽ കൊള്ളരുത്. അങ്ങനെ ഇപ്പോൾ കോളേജിൽ അവൾ ഫ്രണ്ട്സൊക്കെ പറയും കോളേജിൽ പോയാൽ അവൾ പുറത്തിറങ്ങൂല, അഥവാ പുറത്തിറങ്ങിയാൽ കുട ചൂടി പുറത്തിറങ്ങുക. ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടീൻ്റെ ഒരു മൈൻഡല്ല പോക്ക്. അത്രയും ടോർച്ചർ ചെയ്താണ്ട് ഈ ഒരു ഇതുവരെ ഓക്ക് എന്താ വെച്ചാൽ ഓൾ അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താ വെച്ചാൽ ഇവൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവന് ഇതൊന്നും ഈ ഇതും ഡൈവോഴ്സ് ആകുമോ എന്നുള്ളൊരു ഇവൻ വേണ്ടെന്ന് പറയുകയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ ഡൈവോഴ്സ് ആകുമോ, ഡൈവോഴ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളോട് പറയാതെ മറച്ചു വെച്ചാണ്. ഈ ലാസ്റ്റത്തെ ഒരു 2 മാസമാണ് നമ്മൾ അറിയുന്നത്. ഇവർ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവർ ഒഴിവാക്കുമ്പം സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് ലോകത്തിൽ ആദ്യ സംഭവമൊന്നുമല്ല, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കാരണം പറയുമല്ലോ, അതില്ല, ഇവർക്ക് പറയാനില്ല. അവരൊന്നും പറയുന്നത് ഈ ബന്ധം മുന്നോട്ട് പോകില്ല, അത് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഇവൻ്റെ വാപ്പനോട് ചോദിച്ചാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ കാരണം പറയും, ഇവർക്ക് വല്ല അഫയർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അപ്പോൾ എന്തെങ്കിലും മോശം സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊന്നും ഇവർക്ക് പറയാനില്ല. ഈ ബന്ധം മുന്നോട്ട് പോകില്ല. അത് ഭയങ്കര ഷോക്കാണ്. കാരണം അവൾക്ക് അവൾ ഞാൻ അവളുടെ ഇത് വായിച്ച് ഞാനിപ്പോൾ അവൾ എഴുതി വെച്ചതിൽ പിന്നെ എനിക്ക് അവനില്ലാതെ ഞാൻ അവനെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവനെന്നെ കഷ്ടപ്പെടുത്താൻ മാത്രമേ ചെയ്തതെന്ന്. അല്ല, ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് അവരുടെ റൂം നമ്മളാരും പരിശോധിച്ചില്ല. അത് പിന്നെ അവർ സീൽ ചെയ്ത് പോയതാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളാരും കയറിയിട്ടില്ല. അവനെ ശരിക്കും അവരെ ഒരു കുട്ടീനെ മാനസികമായി പീഡിപ്പിച്ച് ഒരു കൊലപാതക തള്ളിവിടുന്ന അവസ്ഥയുണ്ടായത്. കാരണം ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം. അതിന് ഏതറ്റം വരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും.